എന്തൊക്കെ പലഹാരം? അവിടെ എന്താന്ന് ഞാൻ വീട്ടിൽ പോയിട്ടില്ല. പൊട്ടിക്കണോ? അപ്പോൾ വിഷുവിൻ്റെ അന്ന് രാവിലെ ഇതൊക്കെ തന്നെയാണ് കലാപരിപാടികൾ. പടക്കം പൊട്ടിക്കലും മറ്റു കാര്യങ്ങളൊക്കെ. അതിനുശേഷം ദേ പോണത് എല്ലാം ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. ഈ കാണുന്നതെല്ലാം അവൻ്റെ കസിൻസാണ്. കൂട്ടുകാരൻ്റെ അമ്മാവൻ ഇതാ എല്ലാവർക്കും ഫിഷ് കൈ നീട്ടം തരികയാണ്. അതിനുശേഷം ഞാനും എല്ലാവർക്കും ഫിഷ് കൈ നീട്ടം കൊടുത്തു. അപ്പോൾ ഇതാ കൂട്ടുകാരൻ്റെ വീട്ടുകാരെല്ലാം സദ്യയും ഫുഡെല്ലാം ഉണ്ടാക്കേണ്ട വമ്പൻ തിരക്കിലാണ്. തേങ്ങ വെള്ളം എനിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ തന്നെ. എവിടെ പരാജയം. ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഏറ്റവും ഹാപ്പി ആയിരിക്കുന്നത് ഇവിടെ വരുമ്പോഴാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇവൻ ഒരുപാട് കസിൻസ് ഉണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്ന വേറൊരു വൈബാണ്. നന്നായി വരും. എന്താ പരീക്ഷിച്ചതാണ്, കുറച്ച് ദിവസത്തെ പരീക്ഷ. അയ്യോ, എന്തായി അവിടെ? താ കുക്കിങ്ങിലാണോ? എന്തൊക്കെ പലഹാരം? അവിടെ എന്താന്ന് ഞാൻ വീട്ടിൽ പോയിട്ടില്ല. അപ്പോൾ കസർത്തെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇതാണ് എൻ്റെ അമ്മ. അപ്പോൾ ഞാനും അമ്മയും കൂടി ഇതാ ഫുഡ് കഴിക്കുക. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞതാ കൂട്ടുകാരുടെ കൂടെ പഴയ കുട്ടിക്കാലത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചുമ്മാ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. ഈ കാണിക്കാൻ പോകണതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ഡെസ്റ്റിനേഷൻ. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു അമ്പലമാണ്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഓണായാലും വിഷു ആയാലും ഞങ്ങൾ ചുറ്റുവട്ടത്തുള്ള പിള്ളേരും എല്ലാവരും ഒത്തുകൂടുന്നൊരു സ്ഥലമാണ് ഞങ്ങളുടെ ഈ അമ്പലം. പടക്കമെല്ലാം പൊട്ടിച്ച്